പാടും ഈണമായി വീണ പാടും ഈണമായി. അയ്യോ ശ്രുതി ചേർത്ത് പാടും. വീണ പാടും ഈണമായി വീണ പാടും ഈണമായി. ഒരു വരിയും കൊണ്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറെ ആയല്ലോ കടലുണ്ടി. വീണ പാടുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. എന്റെ അടുത്ത് 2 കൊല്ലം സംഗീതം പഠിച്ച കുട്ടിയാണ് മാഷേ. അപ്പൊ പിന്നെ ഇരട്ട വെളുക്കോളം പാടിച്ചതിന് കാര്യമില്ല, കളഞ്ഞിട്ട് പോവാ. അങ്ങനെയല്ല, പാടി ശരിയാക്കാമെന്ന വിശ്വാസം കോകിലക്കില്ലേ? ഇല്ല. പുതിയ ആളുകളെ വെച്ചൊരു പരീക്ഷ നടത്താൻ സമയമില്ലാന്ന് തന്നോട് ഞാൻ പറഞ്ഞതല്ലേ. ഓ, ഇനിയിപ്പോ ഈ അവസാന നിമിഷത്തിൽ ആരെച്ചെന്ന് വിളിക്കും? ഞാനൊന്ന് നോക്കട്ടെ മാഷേ. നോക്കിക്കോളൂ, അതിനെന്താ. ഉണ്ടാകട്ടെ, ഇതാ വരികൾ നോക്കിക്കോളൂ. വീണ പാടും ഈണമായി വീണ പാടും ഈണമായി. അകതാരിലൂറും അകതാരിലൂറും ഉദ്ഘാടന ദിവസം തന്നെ 10 ബുക്കിംഗ് ഒത്തെങ്കിൽ ഈ വർഷം പ്രോഗ്രാമിന്റെ അയ്യര് കളിയായി. ഉള്ളത് പറയാമല്ലോ, നാടകം ഇത്രയും നന്നാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അത് ശരിയാ. ട്രൂപ്പ് തുടങ്ങാൻ പോയപ്പോ ഇവർക്കൊക്കെ എന്തൊരു എതിർപ്പായിരുന്നു. ആദ്യ നാടകം വിജയിച്ചത് മാത്രമല്ല കാര്യം, ഒരു എൻഗേജ്മെന്റ് ആയപ്പോ എന്റെ ഗ്യാസിന്റെ ഉപദ്രവം മാറിയില്ലേ? അതുള്ളതാ. ഇനി മനുഷ്യർക്ക് മനസമാധാനമായിട്ട് കിടന്നു. നാടകം വിജയിച്ചതേ നിങ്ങളുടെ മെടുക്കൊണ്ടൊന്നല്ല, ആ രജനി ചേച്ചി നന്നായി അഭിനയിച്ചതുകൊണ്ടാ. അതെ അതെ, രജനിയുടെ സുഗന്ധി മനസ്സിൽ നിന്ന് മായുന്നതേ ഇല്ല. ആ പെണ്ണ് എന്നെ വല്ലാണ്ട് കരയിപ്പിച്ചു കളഞ്ഞു. എന്നെയും. നേരിട്ട് കണ്ടാലേ ഇത്രയും കഴിവുണ്ടെന്ന് തോന്നത്തില്ല. അത് ശരിയാ. ആ മോളെ, അച്ഛന്റെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു? അച്ഛന്റെ റോൾ എനിക്ക് ഇഷ്ടപ്പെട്ടതേ ഇല്ല. വില്ലൻ കഥാപാത്രം അല്ലാണ്ട് വേറെ ഒന്നും കിട്ടിയില്ല അച്ഛന്. മനുഷ്യന് ഇത്രയ്ക്ക് ക്രൂരനാവാൻ പാടില്ല കേട്ടോ. ആ നാടകം വൻ വിജയമാണെങ്കിലും ക്യാമ്പ് പിരിച്ചുവിടാൻ വരട്ടെ നാട്ടക്കുള്ളങ്ങനെ പറഞ്ഞത്. അതെന്തിനാ? റിഹേഴ്സൽ എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നടിനടന്മാര് പ്രോഗ്രാം സമയത്ത് വന്നാ പോരെ? അട്ടക്കുളങ്ങര ഇനിയും എന്തൊക്കെയോ മിനുക്ക് പണികൾ നാടകത്തിൽ ഉദ്ദേശിക്കുന്നുണ്ട്. കുളിപ്പിച്ച് കൊച്ചില്ലാതാവോ? അട്ടക്കുളങ്ങര സാറ് കുളിപ്പിക്കും തോറും കൊച്ചു നന്നാവത്തേ ഉള്ളൂ. നാടകത്തിന്റെ ടോട്ടാലിറ്റിയിൽ 1-2 പ്രശ്നങ്ങൾ ഉണ്ടെന്ന് എനിക്കും തോന്നി. കുളിപ്പിച്ച് വൃത്തിയാക്കുന്നതിനാക്കിക്കോട്ടെ, എന്തായാലും നമുക്ക് ഈ വിജയം ഒന്ന് ആഘോഷിക്കണം. അതെ. സുമിത്രേ, ദേ ഇവര് വെള്ളം അടിക്കാനുള്ള പ്ലാൻ ഇടുവാണേ. വെള്ളം അടിച്ചാലേ വിജയം ആഘോഷിക്കാൻ പറ്റൂന്ന് ആരാ പറഞ്ഞത്? അല്ലേ? പിന്നെ എങ്ങനെ ആഘോഷിക്കാൻ പോകുന്നത്? കുറച്ച് കമ്പിത്തിരി മത്താപ്പും മേടിച്ച് കത്തിക്കും, ഇല്ലേ അറിയാച്ചാ? അത് മാത്രമായിട്ടൊന്ന് ആഘോഷം. കുറച്ച് പൂക്കുറ്റിയും മാലപ്പണക്കവും കൂടി വാങ്ങിച്ച് എന്ന് പൊട്ടിക്കണം. അതെ അതെ അതെ. സന്തോഷേ, ഒന്നിങ്ങോട്ട് വന്നേ. ഈ അമ്മയ്ക്ക് വിളിക്കാൻ കണ്ടൊരു നേരം. തുമ്പി തുമ്പി വാവ തുമ്പത്തണ. ആ ഗ്യാസ് ഒന്ന് കണക്ട് ചെയ്തേ. നേരെ കണക്ട് ചെയ്യണേ.
ചേട്ടാ എന്റെ ആപ്പിൾ എന്തിയെ? ആപ്പിളോ? ഇതെന്റെ ആപ്പിളാ. അത് മനസ്സിലായി. എന്റെ മുറിയിൽ വെച്ചിരുന്ന ആപ്പിൾ എന്തിയാ ചോദിച്ചത്? ഞാനും കണ്ടില്ല. നീ അല്ലാതെ വേറെ ആരും എടുക്കത്തില്ല. എവിടെ? എന്താണ് ഒരു ബഹളം? നേരെ നോക്കി ഇവന്മാര് തമ്മിൽ കീരിയും പാമ്പുവാ. എന്റെ ആപ്പിൾ കാണുന്നില്ല. നിന്റെ ആപ്പിളോ? ഓഹോ, ഫ്രിഡ്ജിലിരുന്ന അച്ഛന്റെ ആപ്പിൾ ഇപ്പൊ മക്കളാണോ തിന്നുന്നത്? അച്ഛന്റെ ആപ്പിൾ അച്ഛൻ തന്നെ തിന്നു കാണും. ഇത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ച ആപ്പിളാ. അതാ ചേട്ടൻ എടുത്തത്. സത്യമായിട്ട് ഞാൻ എടുത്തില്ല അച്ഛാ. എന്റെ രണ്ട് ആപ്പിളുള്ളപ്പോ നിന്റെ ആപ്പിൾ എനിക്ക് അപ്പൊ പിന്നെ എവന്റെ ആപ്പിൾ എവിടെടാ? അതാര്? ഇപ്പോഴെനിക്ക് മനസ്സിലായി ഒറിജിനൽ ആപ്പിൾ ആരാണ് എടുത്തതെന്ന്. കാണിച്ചു തരാം. വാ. ഓമിന് കൂട്ടുമ്പിള്ള അണ്ണ, എന്റെ അണ്ണ, അണ്ണ ഇല്ലാതെ. അയ്യോ, എന്താ ഇത്? ആപ്പിളിൽ വിഷോ? ആപ്പിളിൽ വിഷമല്ല, മദ്യം. അതെ, അച്ഛൻ കുത്തിവെച്ച മദ്യം. ഇത്രയും നാളിനെ പറ്റിച്ചല്ലേ? നാടകത്തെ കുറിച്ച് നീ അഭിപ്രായമൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ ഇനി എന്ത് പറയാൻ? ഒരു ദിവസം ഒഴിവില്ലാതെ നാടകം കളിക്കുന്ന ഉറപ്പായില്ലേ? കിളവന്മാരാണെങ്കിൽ ഭയങ്കര ഹരത്തില്ല. അവരിന് ഈ പ്രസ്ഥാനം ഉപേക്ഷിച്ച് പോകുന്ന ലക്ഷണം കാണുന്നില്ല. നിനക്കൊക്കെ അത് പോരെ? കഴിഞ്ഞ 4 വർഷമായിട്ട് എന്റെ നില ആകെ പറഞ്ഞില്ലാടാ. സഹകരിച്ചൊക്കെ അങ്ങനെ വലിയ കളിയൊന്നുള്ള ട്രൂപ്പിലായിരുന്നില്ല. ഈ നാടകം കളിക്കുന്ന ഉറപ്പായപ്പോഴേ ഒരു സമാധാനമായത്. ഇനിയിപ്പോ ഈ വർഷം വീടൊക്കെ ഒന്ന് ചന്തമാക്കണം. ദൈവം സഹായിച്ച് അടുത്ത വർഷത്തെ നാടകവും ഒരു 10-300 ശേഷെങ്കിലും കളിച്ചാല് അനിയത്തിയുടെ കാര്യത്തിന് ഇത്തിരി പൊന്ന് കരുതി വയ്ക്കായിരുന്നു. നാടകത്തിൽ എന്റെ കോമഡി എങ്ങനെ ഏറ്റു. അഭിനേതാക്കൾ ആരും മോശമായില്ല, പ്രത്യേകിച്ച് രജനി. ആ കുട്ടി വളരെ നന്നായിട്ട് അഭിനയിച്ചു. രജനി ഇവിടെ ഉണ്ട്. അഭിനന്ദനം നേരിട്ട് തന്നെ പറഞ്ഞോളൂ. ഇതൊക്കെയല്ലേ ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർക്ക് ഒരു പ്രചോദനം. ഞാൻ വിളിക്കാം. രജനി, രജനിക്ക് ആളെ മനസ്സിലായോ? തമ്പി സാറിന്റെ മോനാ ജയമോഹൻ. ഇവിടെ ബാങ്കിലാ ജോലി. അറിയാം, സതി പറഞ്ഞിട്ടുണ്ട്. സുഗന്ധിയുടെ റോളിൽ ഇയാള് വളരെ നന്നായി. അത് പറയാനാണ് വിളിച്ചത്. പോട്ടെ. പാവ ആ പിഞ്ഞാണത്തിലെ വെള്ളത്തിലുണ്ടാ ഒരു ഉളുമ്പുനാറ്റം. ഏത് പിഞ്ഞാണത്തിലെ വെള്ളത്തിന്? ആ കുളിപ്പരയെ വെച്ചേക്കുന്ന മുട്ടം പിഞ്ഞാണത്തിലെ മോന്ത കഴിയപ്പോ ഭയങ്കര ഉളുമ്പുനാറ്റം. അതുകൊണ്ട് ഞങ്ങാ കുടിച്ചില്ല. നിങ്ങൾ എവിടുന്നാ വെള്ളം എടുത്തെന്ന് പറ. വാ, കാണിച്ചു തരാം. ദേ അതീന്ന്. എന്റെ ഈശോയെ,